ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ അധ്യായം 10 ബലരാമൻ്റെ അവതാരമാണ്. കഴിഞ്ഞ ആ അധ്യായത്തിൽ വീഡിയോയിൽ വസുദേവ ദേവകി വിവാഹമാണ് പറഞ്ഞു നിർത്തിയത്. ആ വിവാഹത്തിനിടയിലുണ്ടായ അശരീരി കേട്ട് കംസൻ ദേവകിയെ വധിക്കാൻ പുറപ്പെടുകയും വസുദേവരുടെ വാക്ക് മാനിച്ച് അവരെ വെറുതെ വിടുകയും ചെയ്തു എന്നാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ വീഡിയോയിൽ. വസുദേവർ ഭയഭീതനായിട്ട് ഓടിപ്പോകുമെന്ന ആ ഒരു ഭയം കംസന് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ കംസൻ ധാരാളം സൈനികരെ വസുദേവൻ്റെ വാസസ്ഥലത്തേക്ക് അയച്ചിട്ട് ആ വീടിന് ചുറ്റും കാവലിരുന്നു. വസുദേവന് ദേവകിയിൽ വർഷം തോറും ഓരോ കുട്ടികളായി 8 പേർ ജനിച്ചു. അതിനുശേഷം ഒരു പെൺകുട്ടിയും ഉണ്ടായി. അത് ഭഗവാന്റെ സനാതന മായയായിരുന്നു. വസുദേവൻ്റെ ആദ്യത്തെ കുട്ടിയുടെ പേര് കീർത്തിമാൻ എന്നായിരുന്നു. വസുദേവൻ ആ കുട്ടിയെയും എടുത്ത് കംസൻ്റെ അടുത്ത് ചെന്നു, തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി. മറ്റുള്ളവരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നന്നായി മനസ്സിലാക്കിയ വസുദേവര് കുട്ടിയെ കംസന് കൊടുത്തു. വസുദേവൻ തൻ്റെ സത്യവചനത്തിൽ തൽപരനായിരിക്കുന്നത് കണ്ടിട്ട് കംസന് വസുദേവനോട് ദയ തോന്നി എന്ന് പറയണു. സാധുക്കൾ ദുഃഖം സഹിച്ചും അവരുടെ വാക്കുകൾ പാലിക്കും. സത്യം കണ്ടപ്പോൾ കംസന് ക്ഷമാഭാവമാണ് ഉണ്ടായത്. കംസൻ വസുദേവർക്ക് കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഇവനെ വധിക്കണില്ല, 8ാമത്തെ കുട്ടിയെ താൻ വധിക്കും എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തിരിച്ച് വസുദേവരെ ഏൽപ്പിച്ചു. എങ്കിലും വസുദേവർ കംസൻ്റെ വാക്ക് വിശ്വസിച്ചൊന്നുമില്ല. എന്നാലും കുട്ടിയെയും കൊണ്ട് ഗൃഹത്തിലേക്ക് മടങ്ങി. ഈ സമയത്ത് നാരദ മഹർഷി കംസൻ്റെ അടുത്തെത്തി. കംസൻ യഥോചിതം നാരദ മഹർഷിയെ സ്വീകരിക്കുകയും ദേവന്മാരെ പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ നാരദ മഹർഷി കംസനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നന്ദൻ മുതലായ ഗോപന്മാർ വാസുദേവൻ്റെ അവതാരമാണ്. വൃഷഭാനു മുതലായവർ ദേവന്മാരുടെയും നരേശ്വരനായ കംസ ഈ വ്രജഭൂമിയിലുള്ള ഗോപികമാർ ശ്രുതിമാരുമാണ് എന്ന് നാരദൻ കംസനെ അറിയിച്ചു. മധുരയിലുള്ള വസുദേവൻ മുതലായ വൃഷ്ണിവംശജർ ദേവന്മാരാണ്. ദേവകി മുതലായ സ്ത്രീകൾ മുഴുവനും ദേവാംഗനമാരാണ്. 7 തവണ എണ്ണി നോക്കിയാൽ ഇവ ഏതും 8ാമത്തേത് ആകും. കാരണം എന്താ? ദേവന്മാരുടെ കണക്കുകൾ വ്യത്യസ്തമാണ് എന്നാണ് നാരദന് കംസനോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ കംസന് ആകെ വിഷമമായി, പരിഭ്രാന്തിയായി, പേടിയായി. കംസൻ ആ സമയത്ത് ദേവന്മാരുടെ ആ അത്യാചാരത്തിൽ ക്രോധമുണ്ടാവുകയും അതേ നിമിഷം യാദവരെ മുഴുവൻ വധിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. ആ നാരദ മഹർഷിയുടെ വാക്ക് കേട്ടിട്ട് കംസനുടനെ തന്നെ വസുദേവനെയും ദേവകിയെയും ബന്ധനസ്ഥനാക്കുകയും അവരുടെ നവജാത ശിശുവിനെ പാറയിലടിച്ച് കൊല്ലുകയും ചെയ്തു. കംസന് എപ്പോഴും പൂർവജന്മസ്മൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ എപ്പോഴും ശത്രുവായിട്ടാണ് കംസൻ കരുതിയിരുന്നത്. തൻ്റെ ദുഷ്ട സ്വഭാവം കാരണം ദേവകിയുടെ ഓരോ കുട്ടിയെയും ജനിക്കുമ്പോൾ തന്നെ കൊല്ലുകയും ചെയ്തു കംസൻ. അപ്രകാരം ചെയ്തതിൽ കംസന് അല്പം പോലും സങ്കോചം ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് യദുകുല നരേശനായ ഉഗ്രസേന രാജാവ് വളരെയധികം കുപിതനായി. അദ്ദേഹം കംസനെ നിഷ്ഠൂര പ്രവൃത്തിയിൽ നിന്ന് വിലക്കി. കംസൻ്റെ ആശയങ്ങളെ ഉഗ്രസേനൻ എതിർത്തു. യദുവംശത്തിലെ ശ്രേഷ്ഠ യാദവ വീരന്മാർ വാളുകളേന്തി ഉഗ്രസേനനെ രക്ഷിക്കാനും തുനിഞ്ഞു. ഇത് കണ്ടപ്പോൾ കംസൻ്റെ സ്വന്തം സൈനികർ അവരെ എതിർക്കാൻ തയ്യാറായി. രാജമണ്ഡപത്തിൽ വെച്ച് അവർ പരസ്പരം യുദ്ധം ചെയ്തു. രാജദ്വാരത്തിലും അത്തരത്തിൽ യുദ്ധമുണ്ടായി. അവർ വാൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി. യുദ്ധത്തിൽ അനേകം പേര് മരിച്ചു. കംസൻ ഗദ കയ്യിലെടുത്ത് തൻ്റെ പിതാവിൻ്റെ സൈന്യത്തെ അടിച്ചമർത്താൻ തുടങ്ങി. കംസൻ്റെ ഗദയാൽ അനേകം പേർ മരിക്കുകയും ചിലർ തലപൊട്ടി
വീഴുകയും ചിലരുടെ കൈകാലുകൾ ഒടിയുകയും ചിലർക്ക് നല്ല പോലെ പരിക്കേൽക്കുകയും ചിലരെ രക്തം ഛർദ്ദിച്ച് ബോധഹീനരാവുകയും ഒക്കെ ചെയ്തു. അല്പസമയം കൊണ്ട് സഭാമണ്ഡപം മുഴുവൻ രക്തത്തിൽ മുങ്ങി. ഇപ്രകാരം ദുഷ്ടനും മതമത്തനുമായ കംസൻ കുപിതനായി ശത്രുക്കളെയെല്ലാം നിലംപതിപ്പിച്ചിട്ട് തൻ്റെ പിതാവിനെ തടങ്കലിലിട്ടു. ആ ദുഷ്ടൻ സ്വന്തം പിതാവിനെ സിംഹാസനത്തിൽ നിന്ന് താഴെ തള്ളിയിട്ടു. എന്നിട്ട് കയറുകൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. മധു, ശൂരസേനൻ എന്നിവരുടെ മുഴുവൻ സമ്പത്തുകളിലും അധികാരം സ്ഥാപിച്ച് കംസൻ സ്വയം സിംഹാസനത്തിൽ ചെന്നിരിക്കുകയും രാജഭരണം നടത്തുകയും ചെയ്തു. പീഡിതരായ യാദവര് മുഴുവൻ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയാണെന്ന വ്യാജേന 4 ദിക്കുകളിലെ വിഭിന്ന ദേശങ്ങളിൽ പോയി താമസിക്കാനും ഉചിതമായ അവസരത്തിൽ തിരിച്ചു വരുവാനും വേണ്ടി കാത്തിരുന്നു. ദേവകിയുടെ 7ാമത്തെ ഗർഭം ശോകത്തിനും ഹർഷത്തിനും കാരണമായി. അതായത് സങ്കടം ഉണ്ടാക്കി, സന്തോഷം ഉണ്ടാക്കി. സാക്ഷാൽ അനന്തദേവനായിരുന്നു ആ ഗർഭത്തിൽ ഉണ്ടായിരുന്നത്. യോഗമായ അനന്തനെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് വ്രജഭൂമിയിൽ വസിക്കുന്ന വസുദേവൻ്റെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. അത് സംഭവിച്ചപ്പോൾ മധുരയിലെ ജനങ്ങൾ ദുഃഖിതരായി പറഞ്ഞു, പാവം ദേവകിയുടെ ഗർഭം എന്തായി, എങ്ങനെ നഷ്ടപ്പെട്ടു? വ്രജത്തിൽ ഗർഭിണിയായിട്ട് വെറും 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രോഹിണി പ്രസവിച്ചു. അനന്തദേവനായിരുന്നു കുട്ടി. ഭാദ്രപദ മാസത്തിലെ ശുക്ലഷഷ്ഠി ദിവസം സ്വാതി നക്ഷത്രത്തിൽ ബുധനാഴ്ചയായിരുന്നു പ്രസവം. ഉച്ചഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന 5 ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട് തുലാലഗ്നത്തിൽ ഉച്ചസമയത്തായിരുന്നു അനന്തദേവൻ അവതരിച്ചത്. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അവതരിച്ച അനന്തദേവൻ നന്ദഭവനത്തെ സ്വന്തം അംഗകാന്തി കൊണ്ട് പ്രകാശിപ്പിച്ചു. നന്ദഗോപൻ നവജാത ശിശുവിന് ജാതകർമ്മ സംസ്കാരങ്ങൾ നടത്തുകയും ബ്രാഹ്മണർക്ക് 10 ലക്ഷം പശുക്കളെ ദാനം ചെയ്യുകയും ചെയ്തു. ഗോപന്മാരെ വിളിപ്പിച്ച് ഉത്തമ ഗാനവിദ്യയിൽ നിപുണമായ ഗായകരുടെ സംഗീതത്തോടൊപ്പം മഹാമംഗളമായ ഉത്സവം നടത്തി. ദേവലൻ, ദേവരാതൻ, വസിഷ്ഠൻ, ബൃഹസ്പതി, ഗർഗമുനി, നാരദ മഹർഷി എന്നിവർ അവിടെ എത്തുകയും നന്ദഗോപൻ എല്ലാവരെയും കാൽ കഴുകാനുള്ള ജലം മുതലായ പൂജാദ്രവ്യങ്ങൾ നൽകി പ്രസന്നരാക്കുകയും ചെയ്തു. നന്ദരാജൻ ആ സമയത്ത് ചോദിക്കുകയാണ്, മഹർഷിമാരെ, ഈ സുന്ദര ബാലകൻ ആരാണ്? കാണാൻ മറ്റാരേക്കാളും സൗന്ദര്യമുള്ള ഈ കുട്ടിയുടെ ജനനം 5 ദിവസം കൊണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ പറയാണ്, വ്യാസ മഹർഷിയാണ് പറയണത്, നന്ദ, നിങ്ങളുടെയൊക്കെ ഭാഗ്യം അത്ഭുതകരമാണ്. ഈ ശിശുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ ശേഷനാഗനാണ്. ആദ്യം മധുരാപുരിയിൽ വസുദേവനാൽ ദേവകിയുടെ ഗർഭത്തിലാണ് ഈ കുട്ടിയുടെ ആവിർഭാവം ഉണ്ടായത്. പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് കുട്ടി രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതാണ്. യോഗികൾക്ക് പോലും ദുർലഭനാണ് ഈ കുട്ടി. ഈ കുട്ടിയെ ദർശിക്കാൻ മാത്രമായിട്ടാണ് താൻ, അതായത് വേദവ്യാസമുനി, ഇവിടെ എത്തിയത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശിശുരൂപധാരിയായ ഈ പരാത്പര ദേവതയെ തങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് മഹർഷിമാരൊക്കെ ആവശ്യപ്പെട്ടു. അതിനുശേഷം നന്ദൻ വിസ്മിതനായിട്ട് ശിശുരൂപധാരിയായ ശേഷനെ വ്യാസമുനിക്ക് കാണിച്ചു കൊടുത്തു. തൊട്ടിലിൽ കിടക്കുന്ന ശേഷനെ ദർശിച്ച് വ്യാസമഹർഷി ശേഷനെ പ്രണമിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്തുതിയാണ് പിന്നെ പറയണത്. അവിടുന്ന് ദേവന്മാരുടെയും ദേവനാണ്, ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നവനുമാണ്. താൻ അങ്ങയെ നമസ്കരിക്കുന്നു. അവിടുന്ന് അനന്തദേവനായ ശേഷനാണ്, ബലരാമനാണ്. താൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു. അവിടുന്ന് ധരണീധരനാണ്, പൂർണ്ണസ്വരൂപനാണ്, സ്വയം പ്രകാശനാണ്, കയ്യിൽ കലപ്പ ധരിച്ചവനാണ്, സഹസ്രമസ്തകത്താൽ സുശോഭിതനാണ്, സംകർഷണനുമാണ്. താൻ അങ്ങയെ നമസ്കരിക്കുന്നു. രേവതീ രമണ, അവിടുന്ന് ബലദേവനും ശ്രീകൃഷ്ണ സോദരനുമാണ്.
അങ്ങ് ഹലായുധനും പ്രലംബാസുര നാശകനുമാണ്. പുരുഷോത്തമ, അവിടുന്ന് തന്നെ രക്ഷിക്കൂ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലനും ബലഭദ്രനും താലചിഹ്നമുള്ള ധ്വജം ധരിക്കുന്നവനുമാണ്. താൻ അങ്ങയെ നമസ്കരിക്കുന്നു. അവിടുന്ന് നീലവസ്ത്രധാരിയും ഗൗരവർണ്ണമുള്ളവനും രോഹിണി സുപുത്രനുമാണ്. താൻ അങ്ങയെ നമസ്കരിക്കുന്നു. ധേനുകൻ, മുഷ്ടികൻ, കുംഭാണ്ഡൻ, രുക്മി, കൂപകർണൻ, കൂടൻ, ബല്ലുരൻ എന്നിവരുടെ ഘാതകൻ താങ്കളാണ്. കാളിന്തി നദിയുടെ ഒഴുക്കിനെ മാറ്റുന്നവനും ഹസ്തിനാപുരത്തെ ഗംഗയിലേക്ക് ആകർഷിക്കുന്നവനും താങ്കളാണ്. അങ്ങ് ദ്വിവിന്ദൻ്റെ വിനാശകനും യാദവരുടെ യജമാനനും വ്രജമണ്ഡലത്തിൻ്റെ ഭൂഷണവുമാണ്. അവിടുന്ന് കംസൻ്റെ സഹോദരന്മാരെ കൊല്ലുന്നവനും തീർത്ഥയാത്ര നടത്തുന്നവനുമാണ്. ദുര്യോധനൻ്റെ ഗുരുവും അവിടുന്നാണ്. പ്രഭോ, ലോകത്തെ രക്ഷിക്കൂ, രക്ഷിക്കൂ. സ്വന്തം മഹിമയ്ക്ക് ഒരിക്കലും നാശം വരാത്തവനായ അനന്ത, അവിടുന്ന് ജയിച്ചാലും അവിടുത്തെ സുയശസ് എല്ലാ ദിക്കുകളിലും വ്യാപൃതമാണ്. അവിടുന്ന് സുരേന്ദ്രൻ, മുനീന്ദ്രൻ, ഫണീന്ദ്രൻ എന്നിവരിൽ ശ്രേഷ്ഠനാണ്. അങ്ങ് കലപ്പ ഏന്തിയവനാണ്. താൻ അങ്ങേ നമസ്കരിക്കുന്നു. ആരാണോ ഈ ലോകത്ത് ഈ സ്തുതി പഠിക്കുന്നത് അവൻ പരമപദം പ്രാപിക്കും. ലോകത്ത് അവന് ശത്രുസംഹാരത്തിനുള്ള പൂർണ്ണബലം പ്രാപ്യമാകും. അവന് എപ്പോഴും വിജയവും ധനവും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്തുതി ഗർഗഭാഗവതത്തിൽ സമർപ്പിക്കപ്പെടുന്നത്. എൻ്റെ ഈ വാക്കുകൾ ആ സ്തുതി ആയി മാറട്ടെ. ആ ബലരാമ സ്വാമി എൻ്റെ വാക്കുകൾ പൂർണ്ണമായും സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ബലരാമസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ആ രാധാകൃഷ്ണന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഇന്ന് നരസിംഹ ജയന്തിയാണ്. ആ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ അനുഗ്രഹവും എല്ലാവർക്കും കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.